കാരണം നമുക്ക് ഈ 150 വണ്ടികളുള്ളപ്പം നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ടല്ലേ നമ്മളെല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ. അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം, കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു, വണ്ടികളുടെ കൊണ്ടുവന്നു, വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാര് യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ, കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ, അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ല എങ്കിൽ അവർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും. ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ്. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം, കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോക്കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ തന്നെ. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ളതല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ്. അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം. അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, പല ഏജൻസികളും നമ്മൾ ജൽപായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 150 വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടന്മാരുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഇവരിപ്പോ ഡീലേഴ്സിനെ പറഞ്ഞു ഒഴിവാക്കണം. അതായത് അമിത്തടക്കമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഡീലേഴ്സ് ആണ്, മുൻപ് മേടിച്ച ആളുകളാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായി ഇത് പരിശോധിക്കേണ്ടതായിരുന്നില്ല ഇവര്. നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷന്റെ നല്ലൊരു ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ അത് പഠിക്കുന്നേ ഉള്ളൂ, കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. ബോധ്യപ്പെട്ടുള്ള വണ്ടികളാണ്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നോർമലായിട്ടും അത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇല്ലീഗൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നത്. പ്രഥമ ദൃഷ്ട്യാ തീർച്ചയായും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത്. ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല, ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഫോറസ്റ്റ് ബോർഡറാണ്, ഭൂട്ടാനിലേക്കുള്ള ഒരു ഫോറസ്റ്റ് ബോർഡറാണ്. നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം. മാത്രമല്ല, ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ്. അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ച് സൗകര്യമാണെന്നുള്ളത്. അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുക്കും. ആ പെർമിറ്റിന്റെ ബേസിസിലാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിലും കൊണ്ടുവരാം.
അല്ല, ഇവിടെ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റും രജിസ്റ്റർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ. കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളതിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ട്യ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല.